ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റൈറ്റ് ബോർഡ് ഇ-ലേൺ പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മുടെ ടോപ്പിക്കാണ് വാക്യം, അതായത് സെൻറ്റൻസ്. സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗം നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിരുന്നത്? ഒരു സെൻറ്റൻസിൽ ഏതെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? അതായത് കർത്ത, കർമ്മ, ക്രിയ, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്. ഇനി ഈ 3 കാര്യങ്ങൾ ഒരു സെൻറ്റൻസിൻ്റെ ഏതെല്ലാം പാർട്ടിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. वाक्य के अंग, पार्ट्स ऑफ ए सेंटेंस. एक वाक्य 2 मुख्य अंगों से मिलकर बनता है. ഒരു സെൻറ്റൻസ് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു സെൻറ്റൻസിനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. അതിൽ വരുന്ന 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉദ്ദേശ് ഓർ വിധേയ്. ഉദ്ദേശ് മീൻസ് സബ്ജക്റ്റ്, വിധേയ് മീൻസ് പ്രെഡിക്കേറ്റ്. ഇനി എന്താണ് ഉദ്ദേശ്, അതായത് സബ്ജക്റ്റ് എന്താണ് നോക്കാം. वाक्य का वह भाग जिसके बारे में कुछ कहा जाता है उद्देश्य कहलाता है. इसमें आमतौर पर कर्ता या जिसके विषय में बात की जा रही है वो शामिल होता है. അതായത് ഒരു സെൻറ്റൻസിൻ്റെ ഏതിലാണോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടാണോ ആ ഒരു സെൻറ്റൻസിൽ പറയപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത്. അത് കർത്ത, അതായത് സബ്ജക്റ്റ്, പ്രവൃത്തി ചെയ്യുന്ന ആൾ, കാം കർനെ വാല, അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിനെ കുറിച്ചിട്ടാണോ അവിടെ പറയപ്പെടുന്നത് അതും സബ്ജക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ സബ്ജക്റ്റ് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നോക്കാം. പഹ്ചാൻ കൈസേ കരെ, എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. വാക്യ മേം കോൻ യാ ക്യാ പ്രശ്ന പൂച്ഛനെ പർ ജോ ഉത്തർ മിൽത്താ ഹൈ വഹി ഉദ്ദേശ് ഹോത്ത ഹെ. അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, അതായത് 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. കോൻ അല്ലെങ്കിൽ ക്യ, ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഏത് ആൻസറാണോ കിട്ടുന്നത് അതാണ് ആ സെൻറ്റൻസിൻ്റെ ഉദ്ദേശ്, അതായത് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. രാം ഖേൽത്താ ഹെ, കോൻ ഖേൽത്താ ഹെ, രാം അല്ലേ? നമുക്ക് ആൻസർ കിട്ടി. ആരാണ് കളിക്കുന്നത്? രാം. ദ നെക്സ്റ്റ് സെൻറ്റൻസ്. പക്ഷി ഉഡ് രഹേ ഹൈം, കോൻ ഉഡ് രഹേ ഹൈം, പക്ഷി ഉഡ് രഹേ ഹൈം. ഓക്കെ. ദെൻ തേർഡ് വൺ. കിതാബ് മേസ് പർ ഹേ, ക്യാ മേസ് പർ ഹേ. അപ്പോൾ ഇവിടെ മറ്റത് രണ്ടിലും ഒരു ലിവിങ് തിങ് ആയതുകൊണ്ടാണ് നമ്മളവിടെ കോൻ എന്ന് ചോദിച്ചത്. മറ്റതെന്താണ്? നോൺ ലിവിങ് തിങ് ആയതുകൊണ്ട് നമുക്കതിനെ ക്യാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇട്ട് ചോദിച്ചു. അപ്പോൾ 3 എണ്ണത്തിൽ നമുക്ക് ആൻസർ കിട്ടിയല്ലേ? കോൻ യാ ക്യാ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ ആൻസർ കിട്ടുമ്പോഴാണ് ആ ആൻസറാണ് നമുക്ക് ഒരു